ഇന്നും നമ്മുടെ സങ്കീർത്തന ഗായികയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് നമ്മൾ 18-ാം സങ്കീർത്തനം പ്ലേ ചെയ്യാൻ പോവുകയാണ്. 18-ാം സങ്കീർത്തനം. ഷാജി, സ്നേഹിക്കുന്നു. ജെയിൻ ജെസി, എനിക്ക് അഭയം തരുന്ന പാറയും ശക്തിയുടെ ഉറവിടം. താങ്ക് യു മിനി. സ്നേഹിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിന്റെ കുരുക്കന്റെ മേലിതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ വിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മലകളുടെ അടിസ്ഥാനങ്ങളിളകി, അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു, കനലുകൾ കത്തിജ്വലിച്ചു. സങ്കീർത്തനം 18. ശക്തിയുടെ ഉറവിടമേ, ഞാൻ സ്നേഹിക്കുന്നു. ഇത്രയും മതി. നമുക്ക് ഉദ്ധരണിയിലേക്ക് പ്രവേശിക്കാം. ഉദ്ധരണി. ഇന്നത്തെ ഉദ്ധരണി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ റിഡംഡോറിസ് ഹോമിനിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ. റിഡംഡോറിസ് ഹോമിനിസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്നേഹകാവ്യമാണ്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.
അങ്ങാണെൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും. കണ്ടോ, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. 9 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടം, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കും. ഇത് ഇപ്പം ഇന്നത്തെ പ്രവചനവുമായിട്ടൊരു മാച്ചിങ് വരുന്നുണ്ട്. അങ്ങാണെൻ്റെ രക്ഷാശില 2, കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. ഉണ്ടോ, 9 കാര്യങ്ങളാണ്. ഈ കർത്താവ് ദാവീദ് രാജാവ് എന്ന് യുദ്ധം ജയിക്കുമ്പോഴും ഈ സങ്കീർത്തനം പാടി ദൈവത്തിന് നന്ദി പറയാണ്. ഒരിക്കലും ദാവീദ് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ വിജയിച്ചു എന്ന് പറയാറില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടിമരം പൊട്ടി, കൊടി ഉയർത്തി, കതിര പൊട്ടിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ വിജയിപ്പിക്കാൻ പോവാണ്. നമ്മൾ എന്തോ ചെയ്തിട്ട് വിജയിപ്പിക്കാൻ പോണ മാതിരിയാണ് കർത്താവിനെ. നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട, ദൈവ ആരാധനയിലുണ്ടാകേണ്ട വലിയ ഒരു മാറ്റമാണ് നമ്മൾ ആരെ ആരാധിക്കുന്നത്. നമ്മളിന്ന് CCCയിൽ അത് മനസ്സിലാക്കും കുറച്ചുകൂടി. നമ്മൾ ആരെ ആരാധിക്കുന്നത്? തോറ്റ കർത്താവിനെയാണോ? എന്നിട്ട് നമ്മൾ ഇനി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ പോവുകയാണോ? യെസ്, ഇന്നത്തെ ഉദ്ധരണി ഇതാണ്: സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉപയോഗം സ്നേഹമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉപയോഗം സ്നേഹമാണ് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അത് സ്വയം നൽകുന്നതിലും സേവനത്തിലും വ്യക്തമായ രൂപമെടുക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റിഡംറ്റർ ഹോമിനിസ്, മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ, മനുഷ്യരുടെ രക്ഷകൻ. ഇതാണ് മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനം. ഇത് മാത്രമേ അദ്ദേഹത്തിന് പറയാറുള്ളൂ: അവൻ മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിച്ചിരിക്കുന്നു. ഡു നോട്ട് ബി അഫ്രൈഡ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉപയോഗം സ്നേഹമാണ് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അത് സ്വയം നൽകുന്നതിലും സേവനത്തിലും വ്യക്തമായ രൂപമെടുക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ കാറ്റക്കിസം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ് ഓഫ്ലൈനായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു സൂചന പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്ലാസ് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 4:30 ഉണ്ട് മലയാളത്തിൽ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും വെളുപ്പിന് 4:30 ഇന്ത്യൻ സമയത്തിൽ ഇത് ലൈവായിട്ടുണ്ട്. അതുകൊണ്ട് ഓഫ്ലൈൻ കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ നാട്ടിലായിരിക്കുന്നവരും പുറത്തായിരിക്കുന്നവരും ഇത് ഇടയ്ക്ക് ലൈവായിട്ട് കാണാനായിട്ട്, പങ്കെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഒരുപാട് പേര് പറയുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴാണ് ഇതിൻ്റെ ലൈവ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇന്ത്യൻ സമയം വെളുപ്പിന് 4:30 ഇന്ത്യൻ്റെ മലയാളത്തിലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾക്കിത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് വെളുപ്പിന് തന്നെ ഈ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ പഠിച്ചുകൊണ്ട് നമുക്ക് ദിവസം ആരംഭിക്കാം. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, നിങ്ങളെല്ലാവർക്കും പ്രത്യേകം നന്ദി, സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇല്ലേ, ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മുടെ ആമുഖം കഴിഞ്ഞു. സാരമില്ല, 1/2 മണിക്കൂർ കഴിയാണ്. ഞാനിത് മാറ്റാൻ പരിശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. നമ്മളെല്ലാവരും കയറി കൂടുമ്പോൾ തന്നെ 10 മിനിറ്റ് കഴിയുകയാണ്.
അതിപ്പോൾ ഒന്നും നിവർത്തിയില്ല. കാരണം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരു വിധത്തിലൊന്ന് ഇതിനകത്ത് എത്തി വരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മളിത് സ്വീകരിക്കുക തന്നെ ചെയ്യുക. പിന്നെ പാട്ടെല്ലാം പാടി നമ്മൾ ഒരുങ്ങി ഹൃദയം നന്നായി ജ്വലിച്ച് പിന്നെ പ്രവചനം ഇതെല്ലാം. അതുകൊണ്ട് നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ മുന്നോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് CCC 2643 നമ്മൾ നിന്നത്. എന്നിരുന്നാലും 2642 കുറച്ചുകൂടി കാര്യം പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനത് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയത്. അതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കുമ്പോഴാണ് ഇത് മുഴുവനും മനസ്സിലാവണം എന്നുള്ളതാണ്. പല കാര്യങ്ങളും മലയാളത്തിലെ വാക്കുകളും ഇംഗ്ലീഷ് വാക്കുകളും അത് രണ്ടും കൂടി ചേരുമ്പോഴാണ്. അപ്പോൾ ഞാനിതിൽ പ്രധാന ഒരു കാര്യം ഒന്നും കൂടി അവതരിപ്പിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിലും അത് ശരിക്ക് അങ്ങ് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് വളരെ പ്രധാന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിതാണ് 2642 അതിനൊന്നും കൂടി വായിക്കുകയാണ്. ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട് സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം. അതാണ് സ്വർഗീയ ആരാധന. സ്വർഗീയ ആരാധന എഫെസോസ് 3:20-21 നമ്മിൽ വസിക്കുന്ന സഭയിലും സ്വർഗീയ ആരാധന. ഓക്കെ, അപ്പോൾ ഈ സ്വർഗീയ ആരാധന എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ അല്പം മനസ്സിലാക്കേണ്ടത്. സ്വർഗീയ ആരാധന, സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം സാക്ഷികളുടെ, അതായത് രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താലും നിർവഹിക്കപ്പെടുന്നു. പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിന് സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും, അതാണ് അവിടെയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ 1137 അത് പറയുന്നുണ്ട്. 1137 പറയുന്നത് ഇതാണ്. വിശുദ്ധ യോഹന്നാൻ ആണ് സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ ഒരു സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അത് ആ സ്വർഗത്തിലൊരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. 1137 സ്വർഗത്തിലൊരു സിംഹാസനം, സിംഹാസനത്തിലിരിക്കുന്നവൻ കർത്താവായ ദൈവം. എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. ഇവിടെയാണ് ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു. ഇവിടെ ക്രിസ്തു വിജയിച്ചോ? ഇവിടെ നിൽക്കുന്ന കുഞ്ഞാട് മരിച്ച കുഞ്ഞാടല്ല, ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു. ഇവിടെയാണ് ആരാധനയുടെ
യഥാർത്ഥ വിശുദ്ധ സ്ഥലത്ത് ഏക പ്രധാന പുരോഹിതൻ. അപ്പൊ ഈ പ്രധാന പുരോഹിതന്റെ പ്രത്യേകത എന്താണ്? അതാണ് സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. അപ്പൊ ഈ വിജയിച്ച കുഞ്ഞാട് പുരോഹിതനാണ്. എന്നാൽ ഈ പുരോഹിതൻ ബലി അർപ്പകനും അർപ്പണ വസ്തുവുമാണ്. ഈ പുരോഹിതൻ അർപ്പകനും അർപ്പണ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. വെരി ഗുഡ് എക്സലന്റ്. സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, കേട്ടോ, മിനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി. പ്രധാന പുരോഹിതൻ. അപ്പൊ നമ്മൾ അവിടെ ആരെയാണ് ആരാധിക്കുന്നത്? ആ വിജയിച്ച ക്രിസ്തു. അവിടെ പിതാവിനോടൊപ്പം, സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവിനോടൊപ്പമുണ്ട്. ആരാണത്? ക്രൂശിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തു. ആ ക്രിസ്തു പ്രധാന പുരോഹിതൻ. ആ ഏക പ്രധാന പുരോഹിതനാണ് നമുക്ക് വേണ്ടി ആരാധന നടത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന. അപ്പൊ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ ഇംഗ്ലീഷിൽ, അത് ശരിക്കും എനിക്ക് മനസ്സിലായത് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണത്. ഇംഗ്ലീഷിൽ 1137 Christ crucified and risen, the one high priest of the true sanctuary, the same one who offers and is offered, who gives and is given. അതാണ് നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന. എന്താ അതിൻ്റെ അർത്ഥം? സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന. മറ്റൊരു ഭാഷയിൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു ഭാഷ ഇതാണ്. പ്രധാന പുരോഹിതൻ ബലി അർപ്പകനും, ആ പ്രധാന പുരോഹിതൻ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് വളരെ മനസ്സിലായാൽ വളരെ എളുപ്പമാണ്, മനസ്സിലായില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈശോ പ്രധാന പുരോഹിതൻ എന്നുള്ള നിലയിൽ കുരിശിൽ ബലി അർപ്പിക്കുകയാണ്. അതാണ് ആ കുരിശിൽ ബലി അർപ്പിക്കുന്ന നിമിഷം ഓർക്കുക. ആരാണ് അർപ്പിക്കുന്നത്? പ്രധാന പുരോഹിതനായ ഈശോ മിശിഹ പുരോഹിതനായിട്ട് ബലി അർപ്പിക്കുകയാണ്. അപ്പൊ കുഞ്ഞാടെവിടെ? ബലിയർപ്പിക്കുന്ന കുഞ്ഞാടെവിടെയാ? പഴയ നിയമത്തിൽ കുഞ്ഞാടിനെയും കാളക്കിടാങ്ങളെയും മുറിച്ച് ബലിയർപ്പിക്കുമായിരുന്നു. ഇവിടെ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടെവിടെയാ? ആ കുഞ്ഞാടും ഈ പുരോഹിതൻ തന്നെയാണ്, ഈശോ മിശിഹ തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം, അതാണ് അതിൻ്റെ വലിയ രഹസ്യം. ഇന്നലെ ഇവിടെ ഞങ്ങൾ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ അതിന് മുമ്പ് അച്ഛനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ആ കുർബാന അർപ്പണം വളരെ അനുഭവമാക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ ജർമ്മനിയിലുള്ള കുർബാനയുടെ തക്സയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥന വിവരിക്കുകയാണ്. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ഈസ് ദ പ്രീസ്റ്റ് ആൻഡ് ദ ഓൾട്ടർ ആൻഡ് ദ ലാംപ്. അപ്പോൾ ആ ക്രിസ്തു, ബലി അർപ്പിക്കുന്ന ക്രിസ്തു പുരോഹിതനും ബലിവേദിയും ബലി അർപ്പണ വസ്തുവാണെന്നാണ് കുർബാനയുടെ തക്സയിൽ എഴുതിയിരിക്കുന്നത്. അതാണ് ബലിവേദിയെ അത്രയ്ക്ക് ബഹുമാനിക്കുന്നതും ആ ബലിവേദിയിൽ വേറെ ഒന്നും ചെയ്യാൻ വാസ്തവത്തിൽ അനുവാദമില്ല. ആ ബലിവേദി ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വസ്തു
ആ അഭിഷേകം ചെയ്ത ബലിവേദിയാണ്. ആ ബലിവേദിയുടെ എന്താ പറയുക, കോൺസെക്രേഷൻ അല്ലെങ്കിൽ അതിനെന്താ പറയുക, ബലിവേദിയെ കോൺസെക്രേറ്റ് ചെയ്യുന്നത്, അതിന് മലയാളം എന്താ കോൺസെക്രേറ്റ് ചെയ്യുന്നത്? സോ അതിനെ കോൺസെക്രേറ്റ് ചെയ്യുന്നതിന് മലയാളത്തിൽ എന്താ പറയണത്? ദേവാലയത്തിൻ്റെ കോൺസെക്രേഷൻ, ദേവാലയത്തിൻ്റെ അതിൻ്റെ ഒരു വാക്ക് പെട്ടെന്ന് വിട്ടുപോയി, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയുക. ദേവാലയത്തിൻ്റെ ബലിവേദി കോൺസെക്രേറ്റ് ചെയ്യുന്നതിന് മലയാളത്തിൽ എന്താ പറയുക? കൂദാശ ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ആ ദേവാലയത്തെ. അപ്പോൾ കാര്യം മനസ്സിലായില്ല. ആ കോൺസെക്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബിഷപ്പ് ആ ബലിപീഠത്തിൽ മുഴുവനും കൈകൊണ്ട് ഓയിൽ, ആ എണ്ണ ഇല്ല, ബലിവേദി എന്ന് പറഞ്ഞാൽ ഓൾട്ടർ. ആ ഓൾട്ടറിൽ ആശീർവാദം, ഓക്കെ, ആശീർവാദം എന്ന് പറയാം. താങ്ക് യു. അപ്പോൾ ആ ആശീർവാദ സമയത്ത് ഗുരു ജോസഫ് സാർ ഉണ്ട്, സമർപ്പണം. താങ്ക് യു ഗുരു ജോസഫ് സാറേ. ആ സമർപ്പണ പ്രാർത്ഥന, ആ സമർപ്പണം പ്രതിഷ്ഠ, ദാറ്റ്സ് ആൾസോ ഗുഡ്. അപ്പം ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത, ആ പ്രതിഷ്ഠ, ഇതെല്ലാ വാക്കുകളും നല്ലതാണ്. താങ്ക് യു ഷാരോൺ, വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു. ആ പ്രതിഷ്ഠയുടെ സമയത്ത് അല്ലെങ്കിൽ കോൺസെക്രേഷൻ സമയത്ത് ആ ബലി ആൾട്ടറിൽ മുഴുവനും വിശുദ്ധ തൈലം കൈകൊണ്ട് തന്നെ തൈലം പൂശി ഇട്ടാണ്. അങ്ങനെ ആ ത്രോണോസ് അല്ലെങ്കിൽ ബലിവേദിയെ കൂദാശ ചെയ്യുന്നു. എല്ലാവരും നന്ദി പറയട്ടെ, എല്ലാവർക്കും എന്തോരം വാക്കുകളാണ് നോക്കി. അപ്പോൾ ആ കൂദാശ ചെയ്യുന്ന ബലിപീഠം യേശുവിൻ്റെ കുരിശാണ്. യേശു കുരിശിൽ ബലി അർപ്പിച്ച കുരിശും, ആ കുരിശിൽ ബലി അർപ്പിക്കപ്പെട്ട് ഈശോ മരിച്ചു, അവിടെ തന്നെ ഉയർത്തും. അതുകൊണ്ടാണ് നമ്മൾ സുറിയാനി കുർബാനയിൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. അതുകൊണ്ടാണ് വൈദികൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആദ്യവും അവസാനവും ചെയ്യേണ്ടത് ആ ബലിപീഠത്തെ ചുംബിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബലിപീഠത്തെ ചുംബിക്കുക. അപ്പോൾ ഈ 3 കാര്യമാണ്. ബലി അർപ്പകനും ബലി അർപ്പണ വസ്തുവും ഈശോ തന്നെയാണ്. ആ ഈശോ ഈ ബലിയർപ്പണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കൂദാശകളുണ്ടായത്. കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ആരാധന ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ മനോഹരമാണത്. അവിടെ ചെന്ന് കഴിഞ്ഞതോടെ വലിയ വിജയാഹ്ലാദമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തെത്തിയിരിക്കുന്നു. ഇവിടെയാണ് വെളിപാടിലുള്ള വലിയ ഹല്ലേലൂയ. അവിടെ മൂപ്പന്മാരും രക്തസാക്ഷികളും വിശുദ്ധന്മാരും മാലാഖമാരും എല്ലാവരും കൂടി വലിയ സ്വരത്തിൽ ഹല്ലേലൂയ. അപ്പോൾ അവിടെയാണ് സ്വർഗീയ ആരാധന. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയാണ്. ആ ആരാധനയുടെ ഒരു എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ ആ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമ്മുടെ വിശുദ്ധ ബലിയിലും നമ്മുടെ ഓരോ ആരാധനാക്രമത്തിലും എല്ലാ കാര്യത്തിലും ആ ആരാധനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഇങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് അഡറേഷൻ അല്ലെങ്കിൽ ലിറ്റർജി. അവിടെയാണ് യഥാർത്ഥ ലിറ്റർജി.
അതാണ് വെളിപാട് 19:1. അതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയാ. വലിയ ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം. ആരാണ് ജനക്കൂട്ടം? ആരാണ് ജനക്കൂട്ടം? ആ ജനക്കൂട്ടം രക്തസാക്ഷികളും വിശുദ്ധരും മാലാഖമാരെല്ലാവരുമാണ്. അപ്പൊ ഈ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാമോ? ഈ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആരാധന അതാണ് ഇവിടെ പറയുന്നത്. 1137 കർത്താവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നവൻ, സ്വർഗത്തിലൊരു സിംഹാസനത്തിലിരിക്കുന്നവൻ കർത്താവായ ദൈവം, എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു. എന്നിട്ട് വീണ്ടും എഴുതിയിരിക്കുകയാണ്. എന്താണ് ആ യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ? യഥാർത്ഥ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. യഥാർത്ഥ വിശുദ്ധ സ്ഥലം, ട്രൂ സാങ്ച്വറി. ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. അവസാനമായി ഇനി അടുത്തത്, അപ്പൊ പിതാവ്, പുത്രൻ. ഇനി അടുത്ത ആരാ വേണ്ടത്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് 3 Revelation 22:1. ഒരു പുതിയ ആകാശം പുതിയ ഞാൻ കണ്ടു, അത് ആകാശമായിട്ട് കടന്നുപോയി. അല്ലല്ല, അവിടെ ഇല്ല. 22:1, 21:6. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. അതുമല്ലല്ലോ. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ നദി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിലൊന്ന്. ഇനി ഇവിടെ 1138 ഒന്ന് വായിക്കാട്ടോ. 1138 ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട, അതാണ് സമാഹരിക്കപ്പെട്ട ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറ്റലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്. അവിടുത്തെ പദ്ധതി നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിക്കാത്തത്, ഇത് വിശ്വസിച്ചാലേ ഈ കുർബാനയിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആരാധനയുടെയും ആ അനുഭവം ഉണ്ടാകുള്ളൂ. ഇത് നമ്മൾ ഇനി എന്തോ നടക്കാൻ പോണ കാര്യമാണ് നല്ല വിശ്വസിക്കേണ്ടത്. നിറവേറ്റലിൻ്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇവരാണ് സ്വർഗീയ ശക്തികൾ, സൃഷ്ടി മുഴുവനും, 4 ജീവികൾ. 4 ജീവികൾ എന്ന് പറഞ്ഞാൽ ആ 4 സുവിശേഷ കർത്താക്കളുടെ സിമ്പിൾസാണ്. മനുഷ്യൻ, കാള, സിംഹം, കഴുകൻ. പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ 24 മൂപ്പന്മാർ. ദൈവത്തിൻ്റെ പുതിയ ജനം 144,000. പ്രത്യേകിച്ച് ദൈവവചനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ, സർവപരിശുദ്ധയായ ദൈവമാതാവ്. അവസാനമായി ഓരോ ദേശത്തു നിന്നും, എല്ലാ ഗോത്രങ്ങളും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വലിയൊരു ജനക്കൂട്ടം. 1139 കേട്ടോ, 1139. താങ്ക് യു മാനുവൽ, താങ്ക് യു. വെഞ്ചിരിക്കുക, താങ്ക് യു. അപ്പം 1139 അവിടെ പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ. ഇത് ശരിക്കും മുറുകെ പിടിക്കണം. കൂദാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നത്. ഇതാണ് എനിക്ക് ഇന്നലെ മുഴുവൻ അവതരിപ്പിക്കാൻ പറ്റാഞ്ഞത്. ഈ ഭാഗം, ഈ പങ്കുചേരുമ്പോഴെല്ലാം നമ്മൾ കൂദാശകളിൽ രക്ഷയുടെ രഹസ്യത്തിൽ പങ്കുചേരുമ്പോഴെല്ലാം 1139
it is in the eternal liturgy that the Spirit and the church enable us to participate whenever we celebrate the mystery of salvation in the sacrament. അതാണ് ഈ നമ്മൾ നിത്യാരാധന എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കതിന് ഒരർത്ഥത്തിൽ നമ്മളെല്ലാ ദിവസവും ആരാധിക്കണതിനെയാണ് നിത്യാരാധന എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ നിത്യാരാധന എന്ന് പറയുന്നത് ഈ സ്വർഗീയമായ എറ്റേണൽ ലിറ്റർജി, ഇറ്റ് ഈസ് ഇൻ ദിസ് എറ്റേണൽ ലിറ്റർജി that the Spirit and the church enables us to participate whenever we celebrate the mystery of salvation in the sacraments. അതാണ്. ഓ കർത്താവേ, നന്ദി കർത്താവേ. അപ്പം കൂദാശകളിൽ രക്ഷയുടെ രഹസ്യം നമ്മൾ ആഘോഷിക്കുമ്പോഴെല്ലാം ഈ സനാതന ആരാധനയിൽ, അതാണ് ഈ വാക്കാണ് എടുക്കേണ്ടത്, സനാതന ആരാധനയിൽ പങ്കുചേരാനാണ്. അപ്പോൾ ഈ സനാതന ആരാധന എന്ന് പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലാവൂ. ഇറ്റ് ഈസ് ഇൻ ദ എറ്റേണൽ ലിറ്റർജി. എറ്റേണൽ ലിറ്റർജി ഉണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാന കണ്ടോ, കുർബാന കണ്ടു, കുർബാന കണ്ടോ, കുർബാന ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കുർബാന കാണുക. നമ്മൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ആ കുർബാനയുടെ പ്രധാന ഭാഗം നടക്കുന്നത് സ്വർഗത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കപ്പെടുന്നു. അവിടെ മൂപ്പന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും നമ്മളിപ്പോൾ കേട്ട അവരെല്ലാവരും ആരാധിക്കുന്ന ആ എറ്റേണൽ ലിറ്റർജി, ആ സനാതന ആരാധനയിൽ നമ്മൾ ഇവിടെ പരിശുദ്ധാത്മാവിലൂടെ പങ്കുചേരുന്നു. That the Spirit and the church enables us to participate. ആ സനാതന ആരാധനയിൽ പങ്കുചേരാനാണ് പരിശുദ്ധാത്മാവും സഭയും നമ്മെ പ്രാപ്തരാക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഫാദർ പീറ്റർ, ഹല്ലേലൂയ. കണ്ടോ, അച്ഛന്മാർ പുറവസ്ഥയിരുന്നെല്ലാം കേൾക്കറുണ്ട്, എന്നിട്ട് ചില നേരത്തെ ഇങ്ങനെ പുറത്തു വരും. ഇപ്പോൾ നമ്മുടെ ഗോഡ്വിൻ അച്ഛനുണ്ടാകും, ചിലപ്പോൾ ഇതെല്ലാം എല്ലാ ലിറ്റർജിയിലും ഉള്ളതാണ്. പ്രത്യേകിച്ച് മലങ്കര ലിറ്റർജിയിലും ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞുണ്ട്. നമ്മുടെ ലിറ്റർജിയിലും എല്ലാ ലിറ്റർജിയിലും ഉള്ളതാണ്. നമ്മൾ ആ പ്രാർത്ഥനകൾ ശരിക്ക് കേൾക്കണം. അത് ശരിക്ക് കേൾക്കാത്തത് കൊണ്ടാണ്, അത് നമ്മൾ മനസ്സിരുത്തി പഠിക്കാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ബലിയർപ്പിക്കുക. ഗോഡ്വിനച്ചൻ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് മനസ്സിലായി ബലിയർപ്പിക്കുകയും ഇത് മനസ്സിലായി. അപ്പം എനിക്കിത് വലിയ അനുഭവമാണ്. കാരണം ഒരുപാട് ധ്യാനങ്ങളിൽ ഞാനിത്, പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ധ്യാനങ്ങളിൽ ഞാനിത് വിവരം പറയുകയും, പ്രത്യേകിച്ച് ബലിവസ്തു, വൈദികൻ ബലി അർപ്പകൻ മാത്രമല്ല, കുഞ്ഞാട് കൂടിയാണ്, അറക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന ഒരു ബോധ്യത്തിൽ ബലി അർപ്പിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പല സമയത്തും, ഇപ്പം ഒന്നും കൂടി പറയട്ടെ. അങ്ങനെ ഒരു ബലിയർപ്പണ സമയത്ത് ഒരു സീറോ മലബാർ കുർബാനയായിരുന്നു അർപ്പിച്ചിരുന്നത്. ആ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു, ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നു. എന്നാൽ ബലി അർപ്പിച്ച വൈദികൻ തുടക്കം മുതലേ അങ്ങ് കണ്ണുനീരൊഴുക്കുന്നു, പിടിച്ചാൽ കിട്ടാത്ത മാതിരി വിതുമ്പി കരയുന്നു. അപ്പോൾ അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു അച്ഛന്മാർ നോക്കണതിൻ്റെ കാര്യം. ഇതെന്താ ഇദ്ദേഹം ഈ ബലിയർപ്പണ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എമോഷണലാകുന്നതെന്നൊക്കെ ഉള്ള മാതിരി. പക്ഷെ ബലിയർപ്പിക്കണ വൈദികന് ഒരു കൺട്രോളും കിട്ടുന്നില്ല, അദ്ദേഹം വിതുമ്പിക്കരയാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ക്ഷമാപണം നടത്തണമല്ലോ. ബലിയർപ്പണം കഴിഞ്ഞിട്ട് വിശുദ്ധ വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞ് അച്ഛൻ നോർമലായിട്ട് വന്നിട്ട് പറഞ്ഞു,
കുറച്ച് സമയം അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, എൻ്റെ സഹോദര വൈദികരെ, എന്നോട് ക്ഷമിക്കണം, എന്നാൽ ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പം അന്ന് ഒരു 2 മണിക്കൂറോളം നേരം ഈ വിശുദ്ധ ആരാധനയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഈ അർപ്പണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഒരു സാക്ഷ്യമാണ്, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ 38 വർഷമായി ഒരു പുരോഹിതനായിട്ട്, എന്നാൽ ഇന്നാണ് ശരിക്കും എൻ്റെ ആദ്യ കുർബാന ഞാൻ അർപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് ആദ്യമായിട്ട് ബലി അർപ്പിക്കുന്ന വൈദികൻ തന്നെയാണ് ബലി വസ്തു. ആ അറക്കപ്പെട്ട കുഞ്ഞാട് ഞാൻ തന്നെയാണ് എന്ന ബോധ്യത്തിൽ അതനുഭവിച്ചുകൊണ്ട് എനിക്ക് ബലി അർപ്പിക്കാൻ സാധിച്ചു. ഞാൻ ആ കുരിശിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഈശോ കുരിശിൽ കിടന്നപ്പോൾ അനുഭവിച്ച വേദനയും ആ കരച്ചിലുമെല്ലാം എനിക്ക് അനുഭവമായി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ എൻ്റെ പരമാവധി കൺട്രോൾ ചെയ്തു. ഞാൻ വാവിട്ട് കരഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അപ്പോൾ ഇതാണ് ശരിക്കും ബലിയർപ്പണത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? ഗോഡ്വിനച്ചോ അങ്ങനെ ഒന്ന് അച്ഛനങ്ങ് ബലി അർപ്പിക്കുകയെ അങ്ങ് വേറെ ആരുമില്ലാതെ ഒന്നങ്ങ് ശരിക്കങ്ങ് കർത്താവിൻ്റെ അതേ അനുഭവത്തിൽ അങ്ങ് അർപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിലൂടെ ഈ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴെല്ലാം, ഇപ്പോൾ ഇവിടെ നമ്മളിത് പറയാൻ കാരണം നമുക്കിനി നമ്മുടെ ഒറിജിനൽ പാരഗ്രാഫിലേക്ക് വരാം. അതെവിടെയായിരുന്നു? 2642. 2642. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് സ്വർഗീയ ആരാധന, അതാണ് പ്രധാന പോയിന്റ്. സ്വർഗീയ ആരാധന. പിന്നെ മനസ്സിലാക്കിയത് സിംഹാസനത്തിലിരിക്കുന്നവരുടെയും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു. അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭ. അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭ. കണ്ടോ? ഭൂമിയിലുള്ള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള സഭ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിലുള്ള സഭയുടെ ഒരു ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ സഭ 2 കഷ്ണമല്ല, ഒറ്റ സഭയാണ്. അപ്പോൾ ആ ഒറ്റ സഭ എന്നുള്ള നിലയ്ക്ക് സ്വർഗീയ സഭയും ഭൂമിയിലുള്ള സഭയും അതുപോലെ തന്നെ പിന്നെ എവിടെയാ മറ്റേ ശുദ്ധീകരണ, ഇതെല്ലാം ഒന്നാണ്. വാസ്തവത്തിൽ യേശുവിൻ്റെ ഒരു ശരീരമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴെല്ലാം ബലി അർപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ ഈ സനാതന ബലിയിൽ, അവിടുത്തെ ബലി എറ്റേണലാണത്, അതിങ്ങനെ സനാതനമാണ്, അത് അനന്തമായ ബലിയർപ്പണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗീയ സഭയിൽ നടത്തുകൊണ്ടിരിക്കുന്ന അനന്തമായ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കാളിയാവുകയാണ്. അതാണ് അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും. അപ്പോൾ അവിടെ രക്തസാക്ഷികളുണ്ടെങ്കിൽ ഇവിടെയും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും എല്ലാം, പരീക്ഷകളുടെ മധ്യേ, നമ്മളിവിടുത്തെ നിരവധി വെല്ലുവിളികളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു. യാചനയിലും മധ്യസ്ഥത്താലും വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പുലർത്തുകയും, നമുക്ക് പ്രത്യാശ കിട്ടാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിനെതിരെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. എല്ലാ സമ്പൂർണ്ണ ദാനവും ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പ്രകാശങ്ങളുടെ പിതാവിന്. അതാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനം. അത് എഴുതിയ മോളെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനമാണത്. പ്രകാശങ്ങളുടെ പിതാവ്, അതാണ് പ്രകാശങ്ങളുടെ പിതാവ്. ഇന്നത്തെ പ്രവചനം എഴുതി വന്നോ?
പ്രവചനം വന്നില്ല. പ്രകാശങ്ങളുടെ പിതാവ്, പ്രകാശങ്ങളുടെ പിതാവിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സംഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, കണ്ടോ, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഇത് ഭയങ്കര പോയിന്റാണ് കേട്ടോ, ഇത് ഭയങ്കര പോയിന്റാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു കരുത്ത്, അതിൻ്റെ ബോധ്യം ഇതാണ്. നമ്മുടെ യുക്തിയിൽ ദൈവത്തിൻ്റെ ഈ സർവാധിപത്യത്തെ ഒരിക്കലെങ്കിലും നമ്മുടെ യുക്തിയിൽ മനസ്സിലായാൽ നമ്മുടെ യുക്തി പ്രകാശിക്കപ്പെടും. നമ്മുടെ യുക്തിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ കിടക്കുകയാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നതും, അത് വെച്ചുകൊണ്ട് നമ്മൾ കുർബാന കാണാൻ പോകുന്നു. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുകയും ദൈവം ഈ രക്ഷാകര പദ്ധതി മുഴുവനും പൂർത്തിയാക്കി വിജയിച്ച് സ്വർഗത്തിൽ സനാതനമായ ഒരു ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആരാധനയിൽ സ്വർഗവാസികളും ഭൂവാസികളും പങ്കെടുക്കുന്നു. അതാണ് സ്വർഗവാസികളും ഭൂവാസികളും. ഇതെല്ലാം പ്രാർത്ഥനകളായിട്ട് നമ്മുടെ കുർബാനയുണ്ട്. ക്രോവേൻ സാപ്പേന്മാർ, അതെങ്ങനെയാണത്? ആ ഭാഗം വരികയാണിപ്പോൾ. ക്രോവേൻ സാപ്പേന്മാർ, അതെവിടെയാ? ക്രോവേൻ സാപ്പേന്മാർ, ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി ഇതുകൂടി നമുക്കൊന്ന് ഇത് വായിക്കാൻ പോവുകയാണ് ഞാൻ. ഇത് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് വായിച്ചു നോക്കാം. 2643 വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായുള്ള ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും സംശുദ്ധമായ സമർപ്പണമാണത്. പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളെക്കുറിച്ച് സ്തോത്രബലിയാണത്. അതാണ്. ഇനി സംഗ്രഹമാണ്. ഇവിടെ 5-6 ഖണ്ഡികകളുണ്ട്. ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഇത്രയും പഠിച്ചതിൻ്റെ സംഗ്രഹം നമുക്കൊരല്പം 5-10 മിനിറ്റ് 5-6 മിനിറ്റ് എടുക്കും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കാൻ പറ്റും നമുക്ക്. സംഗ്രഹം 2644 സഭയെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇതെല്ലാം നമ്മൾ പഠിച്ച കഴിഞ്ഞ കാര്യത്തിൻ്റെ സംഗ്രഹമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ നമ്മളിത് പഠിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ചെയ്യില്ല. നമ്മളത് ഒരു റീകളക്ഷനാണ്, ഒരു റിവിഷനാണ്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം. സഭയെ പഠിപ്പിക്കുകയും, കണ്ടോ, സഭയെ പഠിപ്പിക്കുകയും യേശു പറഞ്ഞതെല്ലാം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് ആരാധന, യാചന, മാധ്യസ്ഥം, കൃതജ്ഞത, സ്തുതിപ്പ് എന്നീ അടിസ്ഥാനപരമായ പ്രാർത്ഥനാ രീതികൾക്ക് പുതിയ രൂപങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും സൂത്രമായിട്ട് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആരാധനാക്രമത്തിൽ മുഴുവനും സഭയെ പഠിപ്പിക്കുകയും, കണ്ടോ, സഭയെ പഠിപ്പിക്കുകയും, സഭ നമ്മളെല്ലാവരുമാണ്. നമ്മളാവുന്ന സഭയെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം, സ്വന്തം ബോധ്യമല്ല പ്രഘോഷിക്കേണ്ടത്. സഭയുടെ ബോധ്യം, സഭയുടെ പ്രബോധനം. അങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മുൻകൂട്ടിയുടെ അല്പം പ്രിപ്പറേഷൻ ചെയ്യണതിനുമ്പോൾ അത് ആ ക്ലാസ് എടുക്കുന്ന സബ്ജക്റ്റിനെ കൊണ്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള
ഒരു വചനം, ഈശോ പറഞ്ഞ ഒരു വചനം, അത് വേണമെങ്കിൽ കുറിച്ചൊരു കടലാസിൽ, ഇങ്ങനെ ഒരു ചെറിയ കടലാസിൽ വയ്ക്കുക. പിന്നെ CCCയിൽ എവിടെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഒരു ഉദ്ധരണിയെങ്കിലും നിങ്ങൾ ഉദ്ധരിക്കണം CCCയിലും. പിന്നെ ഒന്ന് പാപ്പായുടെ പ്രബോധനം, സഭയുടെ പ്രബോധനത്തിൽ നിന്ന്. അങ്ങനെ 3 ഉദ്ധരണി. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുകയാണ് എങ്ങനെ ഒരു പ്രസംഗം നടത്തണം. നിങ്ങൾ പാപ്പായുടെ പ്രബോധനത്തിൽ നിന്ന്, അതായത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം, എൻസിക്ലിക്കൽ അല്ലെങ്കിൽ അപ്പസ്തോലിക് ടീച്ചിങ്ങിൽ നിന്നും, അതോടൊപ്പം CCCയിൽ നിന്നും, പിന്നെ ഈശോ തന്നെ പറഞ്ഞ വചനത്തിൽ നിന്നും. ഈ 3 നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കാൻ പോകും. ആ 3 കാര്യം പറയണം. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു കഴിയുമ്പോൾ ടീച്ചിങ് ശരിയാവും. അതാണ് സഭയെ പഠിപ്പിക്കുകയും യേശു പറഞ്ഞതെല്ലാം അവളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ആരാധന, യാചന, മധ്യസ്ഥം, കൃതജ്ഞത, സ്തുതിപ്പ് എന്നീ അടിസ്ഥാനപരമായ പ്രാർത്ഥനാ രീതികൾക്ക് പുതിയ രൂപങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകുകയും ചെയ്തു. 2645 വരാം. ദൈവം മനുഷ്യ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ പ്രത്യുത്തരമായി വാഴ്ത്താൻ മനുഷ്യന് കഴിയും. അതാണ് ദൈവം മനുഷ്യ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ. ദൈവം അനുഗ്രഹം മാത്രമാണ്, ബ്ലെസ്സിങ്. ഹി ഈസ് ഓൺലി ബ്ലെസ്സിങ്. അതാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിൽ നടത്തിയ വലിയ പ്രഘോഷണത്തിൽ, അബുദാബിയിൽ, മിഡിൽ ഈസ്റ്റിൽ, ഒരു മുസ്ലിം രാജ്യത്ത് കുർബാന അർപ്പിച്ചുകൊണ്ട് അബുദാബിയിൽ മാർപ്പാപ്പ പറഞ്ഞ ആദ്യത്തെ വാക്കിതാണ്. ഈശോ ഇങ്ങനെയാണ് പറഞ്ഞ് തൻ്റെ പ്രഘോഷണം ആരംഭിച്ചത്, ബ്ലെസ്സഡ് ആർ യു. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. മാർപ്പാപ്പ ഈശോയുടെ ഈ വാക്കിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടപ്പോൾ വളരെ കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ബ്ലെസ്സഡ് ആർ യു, നിങ്ങൾ അനുഗ്രഹീതർ. എന്നിട്ട് മാർപ്പാപ്പ അതിനെ വ്യാഖ്യാനിച്ചത് കേൾക്കണം. ബ്ലെസ്സഡ് ആർ യു, ഹി ഡിഡ് നോട്ട് സേ യു വിൽ ബി ബ്ലെസ്സഡ്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത് ഈശോ, നിങ്ങൾ അനുഗ്രഹീതർ. എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ മനുഷ്യരോടൊപ്പം വന്ന് നിന്നുകൊണ്ടാണ് ഈ പറയണത്, യു ആർ ബ്ലെസ്സഡ്. എന്തോ ഒരു വലിയ സന്ദേശമാണത്. യു ആർ ഓൾറെഡി ബ്ലെസ്സഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് എവിടെയും പറയുന്നില്ല. നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം ഞാൻ വന്നിരിക്കുന്നു, ഞാൻ മനുഷ്യനായി അവതരിച്ചതോടെ തന്നെ നിങ്ങളെല്ലാവരെയും എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റെടുത്ത് പിതാവുമായിട്ട് രമ്യപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ അനുഗ്രഹീതർ. ബ്ലെസ്സഡ് ആർ യു, ബ്ലെസ്സഡ് ആർ യു. അതാണ് ദൈവം മനുഷ്യ ഹൃദയത്തെ അനുഗ്രഹിക്കുന്നതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ പ്രത്യുത്തരമായി വാഴ്ത്താൻ മനുഷ്യന് കഴിയും. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് പ്രത്യുത്തരമാണ് കൊടുക്കുന്നത്. 2646 മാപ്പപേക്ഷിക്കൽ, ദൈവരാജ്യത്തിനായുള്ള അന്വേഷണം, യഥാർത്ഥമായ ആവശ്യം മുതലായവ യാചനാ പ്രാർത്ഥനയുടെ വിഷയമാണ്. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇപ്പോൾ. 2647 മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിന് പരിധികളൊന്നുമില്ല. ഒരുവന്റെ ശത്രുക്കളിലേക്കും അത് വ്യാപിക്കുന്നു. ഹല്ലേലൂയ. കേട്ടോ, മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ വീട്ടുകാർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി മാത്രമല്ല, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുക്കളിലേക്ക് അത് വ്യാപിക്കുന്നു. അങ്ങനെയാണ് ദൈവരാജ്യം വിസ്തൃതമാകുന്നത്. 2648 ഏത് സന്തോഷവും, ഏത് വേദനയും, ഏത് സംഭവവും, ഏതാവശ്യവും കൃതജ്ഞതാ പ്രകടനത്തിനുള്ള വിഷയമായി തീരാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ ലാസറിന്റെ ശവം
കുടീരത്തിൽ നിന്നപ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന അതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ നന്ദി പറയും, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് നന്ദി. ഏത് സന്തോഷവും ഏത് വേദനയും ഏത് സംഭവവും ഏത് ആവശ്യവും കൃതജ്ഞതാ പ്രകടനത്തിനുള്ള വിഷയമായി തീരാം. ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാ പ്രകടനത്തോടൊപ്പം അത് ഒരാളുടെ ജീവിതം മുഴുവനെയും നിറയ്ക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. 1 തെസ്സലോനിക്കർ 5:18. ഇനി അവസാനമായിട്ട് 2649 സ്തുതിയുടെ പ്രാർത്ഥന. ഔദാര്യപൂർണമായ ദൈവത്തിങ്കിലേക്ക് ഉയരുന്നു. ഔദാര്യപൂർണമായി ദൈവത്തിങ്കിലേക്ക് ഉയരുന്നു. അവിടെ എന്ത് ചെയ്തു എന്നതിനെ പ്രതിയല്ല, പിന്നെയോ എന്താകുന്നുവോ അതിനെ പ്രതി അവിടത്തേക്ക് വേണ്ടി മാത്രം സ്തുതിക്കുകയും മഹത്വം അർപ്പിക്കുന്നു. അവിടത്തേക്ക് വേണ്ടി മാത്രം സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. അവിടുന്ന് എന്ത് ചെയ്തു എന്നതിനെ പ്രതിയല്ല, അവിടുന്ന് എന്താകുന്നുവോ അതിനെ പ്രതി. വരുവിൻ, നമുക്ക് സമയം കഴിഞ്ഞു. നമ്മൾ ഈ അധ്യായം മുഴുവൻ അവസാനിച്ചു. നാളെ പ്രാർത്ഥനയുടെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യായം 2, പ്രാർത്ഥനയുടെ പാരമ്പര്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ആരംഭത്തിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയത് ഇത് തുടരാനാണ്. ഇത് തുടർന്ന് ഇത് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിശ്വാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. വരുവിൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ നന്നായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അത് നമ്മുടെ കുറ്റമല്ല. ദൈവികമായ വലിയ രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസാക്ഷിയിൽ, നമ്മുടെ യുക്തിയിൽ അത് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് മനനം ചെയ്ത് അതുകൊണ്ട് നിങ്ങളിതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും പ്രകാശിപ്പിക്കട്ടെ. വരുവിൻ, നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വലിയ സ്തുതികളോടെ കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. അതോടൊപ്പം ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി. ഇന്നത്തെ ക്ലാസ്സിൽ ആ സ്വർഗീയ ആരാധനയുടെ സനാതനമായ eternal adoration, the eternal liturgy is going on. ആ സ്വർഗീയ ആരാധനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നതെന്നുള്ള വിചാരത്തിൽ നമ്മുടെ ഓരോ ദിവസവും നീങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Jesus, praise you Jesus. Shandala halbala bala 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 bala. Shala hala bala, shala hala bala, shala hala bala, shala bala 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 bala, la bala 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 bala. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ഇന്ന് രാത്രി 8:30 മണിക്ക് എറണാകുളം സോണിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വളർച്ചാ ധ്യാനത്തിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു.